കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ളവരാകുന്നത്? ചെറിയൊരു രസത്തിൽ പോലും അവർ എന്തുമാത്രമാണ് ചിരിക്കുന്നത്. ഒരു കുഞ്ഞു സമ്മാനപ്പൊതിയിൽ എത്ര വേഗമാണ് പിണക്കം മറക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇത്രയേറെ മൃദുലമായിരിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഒരേ ഒരു കാരണമേയുള്ളൂ, അവർക്ക് പോയ കാലത്തിന്റെ ഭാരമില്ല. കുട്ടിക്കാലം വിട്ട് പ്രായത്തിലേക്ക് വളരും തോറും നമുക്ക് പഴയ പുഞ്ചിരിയും പ്രസന്നതയും നഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേയുള്ളൂ. നമ്മൾ ഭൂതകാലത്തിന്റെ ഭാരങ്ങൾ ഇപ്പോഴും ചുമന്നു നടക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം ഏതാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പ്രിയപ്പെട്ടവൾ ചോദിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മകളെ അരിച്ചു നോക്കി. വേദനകൾ കുറച്ചൊന്നുമല്ല ജീവിതത്തിൽ. അതിൽ നിന്നൊരനുഭവം തിരഞ്ഞെടുത്തു. ത്വായിഫിലെ കുടുംബങ്ങൾ അകറ്റിയോടിച്ച ദിവസത്തെ വേദനയാണത്. അഭയം ചോദിച്ചപ്പോൾ അവർ ആട്ടിയകറ്റി. എന്നിട്ടും സ്നേഹത്തിന്റെ ആ മഹാഗോപുരം പ്രാർത്ഥിച്ചു, എന്റെ നാഥ, അവർ അറിവില്ലാത്തവർ, അവർക്ക് മാപ്പ് നൽകണമേ. സങ്കടപ്പെടുത്തിയ അനുഭവങ്ങൾ നൽകിയവരുണ്ട്, അപമാനിച്ചവരുണ്ട്, കരയിച്ചവരുണ്ട്. അവരുടെ അറിവില്ലായ്മയ്ക്ക് മാപ്പു നൽകുക. അല്ലാഹുവേ, എല്ലാവിധ കർമ്മങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. എന്റെ കർമ്മമണ്ഡലമായ ഈ ലോക ജീവിതത്തെ നന്മയുള്ളതാക്കണമേ. എന്റെ മടക്കസ്ഥാനമായ പരലോകത്തെയും നീ നന്നാക്കി തരേണമേ. എന്റെ രക്ഷിതാവേ, ഈ ജീവിതം നന്മകൾ പെരുപ്പിക്കാനുള്ള അവസരമാക്കുകയും എന്റെ മരണത്തെ നീ എല്ലാവിധ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയുമാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു ഇത്. നമ്മുടെ ഉള്ളിലും ഈ പ്രാർത്ഥനകൾ നിറയട്ടെ. ആദിപിതാവിന് വിലക്കപ്പെട്ട മരം ഒരു പ്രതീകമായെടുത്താൽ 1000 മരങ്ങൾ നമ്മുടെ ചുറ്റും നട്ടുവളർത്തിയിട്ടുണ്ട്. അടുക്കരുതെന്നും ആസ്വദിക്കരുതെന്നും വിലക്കിയ വിഷക്കനികൾ പൂത്തു നിൽക്കുന്ന മരങ്ങൾ. ശ്രദ്ധയൊന്ന് പിഴച്ചാൽ മതി, നമ്മളും ആ കനി രുചിച്ചു പോകും. അതിനാൽ ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കാം. നന്മകൾ, നല്ല വായന, നല്ല വാക്കുകൾ, നല്ല മനുഷ്യരുടെ സൗഹൃദവും സഹവാസവും, അതുമതി എന്നും.